പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസുകാരിയുമായിട്ടുള്ള രേവതി ബാബു പറഞ്ഞ ഒരു പച്ച നുണ പൊളിയുകയാണ്. സതീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ രേവതി ബാബു എലപ്പുള്ളി പഞ്ചായത്തിന് കീഴിൽ വരുന്ന ബ്രൂവറി യൂണിറ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യം പുറത്തേക്ക് വന്നപ്പോൾ, ഏതിലൂടെ? മനോരമ പത്രത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ വൈകുന്നേരം മനോരമ ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് ഒരു പച്ച നുണ പറഞ്ഞു. ഈ വലിയ ബൃഹത്തായ ഒരു കമ്പനിയാണ്, ഒരു പദ്ധതിയാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ വരാൻ പോകുന്നത്. ഇത്തരമൊരു പദ്ധതി അവിടെ നടപ്പാക്കുന്നു എന്ന് പഞ്ചായത്ത് അറിയുന്നത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുൻപ്, ഇന്നലെയാണ് പ്രസ്തുത സ്ഥലത്താണ് കമ്പനി വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മാത്രമല്ല, പ്രദേശവാസികളും പഞ്ചായത്തും ഭരണാധികാരികളും എല്ലാം മനസ്സിലാക്കുന്നത് ഇന്നലെയാണ്. 3 ദിവസം മുൻപ് ഇങ്ങനൊരു മാധ്യമങ്ങളിൽ കൂടിയുള്ള വിവരം മാത്രമേ ലഭ്യമായുള്ളൂ. പ്രസ്തുത സ്ഥലമാണെന്ന് ഇന്നലെയാണ് അറിയുന്നത്. കേട്ടല്ലോ, ഞാനിത് പത്രത്തിൽ കൂടെയാണ് അറിഞ്ഞത്, നേരിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ രാമനാരായണ എന്ന രീതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവർ കൂടി ഇടപെട്ട ഒരു വിഷയത്തിൽ പറഞ്ഞു വെച്ചൊരു വാചകമാണ്. നമ്മൾ വ്യക്തികളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു വിഷയത്തിൽ പറയുന്ന നിലപാടാണ് അല്ലെങ്കിൽ വസ്തുതയാണ്. ആ നിലയ്ക്ക് അന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ ചർച്ച നടത്തി തകർത്തു. ഇതിലെന്തോ ഒളിച്ചുകളിയുണ്ട്, പഞ്ചായത്തിനെ മറച്ചു വെച്ചു, ഈ രീതിയിൽ പല തരത്തിൽ പ്രചരണം നടത്തി സതീശൻ കൊടുത്ത സ്ക്രിപ്റ്റുകൾ അതേപടി രേവതി ബാബു മാപ്രകളിലൂടെ തള്ളുകയായിരുന്നു. പക്ഷേ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാത്തിൻ്റെയും തെളിവടക്കമാണല്ലോ പുറത്തു വരുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ഈ കള്ളം പൊളിച്ച വാർത്ത ബ്രേക്ക് ചെയ്തത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഓഫ് ദ അവർ. എലപ്പുള്ളിയിൽ ആ ബ്രൂവറി വരാൻ ആരാണ് കാരണക്കാർ? ആ ബ്രൂവറി എന്ന് പറയുന്നത് സർക്കാരിനെതിരെ വലിയ ആയുധമാക്കുന്ന കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് പോകുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ബിഗ് ബ്രേക്കിംഗ്. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ നടന്നതെന്ത്? ബ്രൂവറി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒയാസിസ് പ്ലാന്റിന് പ്രാഥമിക അനുമതി നൽകിയ യോഗത്തിന്റെ മിനിറ്റ്സ് റിപ്പോർട്ടർ ഇതാ പുറത്തുവിടുകയാണ്. യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും പങ്കെടുത്തു. പദ്ധതിയുടെ പൂർണ്ണരൂപം മിനിറ്റ്സിൽ വ്യക്തമാണ്. അതായത് ചർച്ചകൾ നടന്നു എന്ന് ചുരുക്കം. എഥനോൾ, ENA, IMF ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മൾട്ടി യൂണിറ്റ് എന്നിവ ആരംഭിക്കുമെന്നാണ് മിനിറ്റ്സിൽ പറയുന്നത്. പഞ്ചായത്തിന് KSIDC കൊടുത്ത കത്ത് പുറത്തു വന്നു. നേരത്തെ പഞ്ചായത്തിന് അറിയിച്ചില്ല, രഹസ്യമായി ചെയ്യാൻ പോകുന്നു, ഡീലാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകാർ ഒഴുക്കിനനുസരിച്ച് നീന്തണമല്ലോ. അതിനാണ് ഈ രീതിയിലുള്ള ഒരു തള്ളങ്ങ് തള്ളിയത്. പക്ഷേ പൊളിഞ്ഞു പാളീസായി പോയില്ലേ? കൊടുത്ത കത്തും അവർ വിളിച്ച ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ച നുണ വെച്ച് കാച്ചുകയായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ പിന്നീട് ഈ കത്തും ആ മീറ്റിംഗിനെ കുറിച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആദ്യം KSIDCയുടെ ഏകജാലക ബോർഡ് പഞ്ചായത്തിന് നൽകിയ കത്ത് നമുക്കൊന്ന് കാണാം. ഡേറ്റ് ഇട്ട തീയതി ശ്രദ്ധിക്കൂ, 14/2/2024, 14/2/2024, ഫെബ്രുവരി മാസം 14-ാം തീയതി. മേൽവിലാസം നോക്കൂ, സെക്രട്ടറി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പാലക്കാട്. കണ്ടന്റ് നോക്കൂ, സബ്ജക്ട് കേരള സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്, Oasis Commercial Private Limited, setting up a multi-feed manufacturing unit of ethanol. എഥനോൾ നിർമ്മിക്കുന്നതിനുള്ള യൂണിറ്റ്, മൾട്ടി-ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് എന്നിട്ട് പറയുന്നു, ആ വീഡിയോ കോൺഫറൻസിംഗ് 10:30 നടക്കാൻ പോകുന്നു. ഇറ്റ് മേ പ്ലീസ് ബി നോട്ടഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഫ്രം Oasis Commercial Private Limited regarding setting up a multi-feed manufacturing unit of ethanol of 500 kiloliter PD at Vengodi Panchayat district is included as an agenda for the meeting. 14-ാം തീയതി തയ്യാറാക്കിയ ഈ കത്ത് പക്ഷേ 22-ാം തീയതിയാണ് പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് ലഭിക്കുന്നത്. നോക്കൂ, ലിജു ജോൺ എന്ന് പറയുന്ന ആളുടെ ഐഡിയിൽ നിന്നാണ് ഈ കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോയിരിക്കുന്നത്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനെയൊരു മീറ്റിംഗിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല. പഞ്ചായത്ത് സെക്രട്ടറി ഏതോ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നൽകുന്ന ആദ്യ മീറ്റിംഗിൽ ഈ കമ്പനി അവിടെ കേട്ടോ. ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ എല്ലാത്തിനും ഒപ്പം നിന്ന് വല്ലതൊക്കെ തടയുമോ എന്നൊക്കെ നോക്കി അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴാണ് KSIFT എന്ന ആപ്പ് വഴിയുള്ള പ്രവർത്തനങ്ങളായപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സ്വാഭാവികമായിട്ടും മനോരമയ്ക്കും കോൺഗ്രസുകാർക്കും മാസപ്പടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സ്പിരിറ്റ് മാഫിയ നേതാക്കന്മാരുടെ വയറ്റത്തടിക്കുന്ന പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ
ആവേശപൂർവ്വം കള്ളക്കഥകൾ മെനയാൻ തുടങ്ങി. ആ കള്ളക്കഥകൾക്കനുസരിച്ച് അവർ തന്നെ പരസ്പരം കൂടിയാലോചിച്ച് കുറേയേറെ നുണകൾ അഴിമതി എന്ന പേരിൽ പുറത്തേക്ക് അങ്ങ് തള്ളുകയായിരുന്നു. എല്ലാം കൂടിയാണ് ഒരുമിച്ച് പൊളിഞ്ഞിരിക്കുന്നത്. ഏതൊരു സംരംഭം ഈ നാട്ടിൽ വരാൻ പോയാലും ആരാണ് ഈ നാട്ടിലെ വികസനം മുടക്കികളെന്നും ഈ നാട്ടിൽ എന്ത് പദ്ധതി കൊണ്ടുവരാൻ പോയാലും അഴിമതി എന്നൊരു വാക്ക് പുറത്തേക്കിട്ട് പച്ച നുണകൾ പ്രചരിപ്പിക്കുന്ന സ്വഭാവക്കാർ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരവസ്ഥയാണ്. പറഞ്ഞതിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നില്ല. പറഞ്ഞത് നുണയാണെന്ന് തുറന്നു കാട്ടി പറയാൻ അവർ ആർജവവും കാണിക്കുന്നില്ല. പക്ഷേ വാദം പൊളിയുന്നു എന്നാണ് പറയുന്നത്. വാദമല്ല, പറഞ്ഞ പച്ചക്കള്ളങ്ങളാണ് പൊളിഞ്ഞത്. എന്തായാലും ബ്രൂവറി അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് കൂടി ഈ സംരംഭത്തിനെതിരെ എന്തുകൊണ്ട് കോൺഗ്രസുകാർ ഉറഞ്ഞു തുള്ളുന്നു എന്നതിൻ്റെ രാഷ്ട്രീയം കൂടി വിശദമാക്കിയതോടെ കോൺഗ്രസുകാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും ഇത് എന്തുകൊണ്ട് മുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ നികുതിപ്പണം ഈ നാട്ടിൽ തന്നെ ചെലവഴിക്കേണ്ടതിനപ്പുറം അത് അന്യ സംസ്ഥാനത്തുള്ള പലരുടെയും കയ്യിലേക്ക് എത്തിയാലേ നമുക്ക് ഗുണമുള്ളൂ എന്നുള്ള പ്രത്യേക താല്പര്യമാണ് ഒരു മാധ്യമത്തെ, പ്രത്യേകിച്ച് മനോരമയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട്.